നമസ്കാരം. സംസ്ഥാന ഭരണ തലവനാണല്ലോ ഗവർണർ. സ്വാഭാവികമായും അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കേണ്ട വ്യക്തിയും ഗവർണർ തന്നെയായിരിക്കണം. എന്നാൽ കേരളത്തിൽ അങ്ങനെ അല്ല സ്ഥിതി എന്നാണ് മനസ്സിലാകുന്നത്. വിരമിച്ച രണ്ട് ചീഫ് സെക്രട്ടറിമാരാണ് ഇപ്പോൾ ഗവർണറേക്കാൾ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ. KM എബ്രഹാമും VP ജോയിയുമാണ് ഈ പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥർ. ഗവർണറുടെ വാർഷിക ശമ്പളം 42 ലക്ഷം രൂപയാണ്. ഒരു മാസം 3.50 ലക്ഷം രൂപ ഗവർണർക്ക് ശമ്പളമായി ലഭിക്കുന്നുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് വിരമിച്ചതിനു ശേഷം വഹിക്കുന്ന പദവിയിൽ അധിക വേതനം കൈപ്പറ്റുന്നുണ്ടെന്ന് അക്കൗണ്ട് ജനറൽ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഖജനാവിലെ കൊള്ളയ്ക്ക് നല്ലൊരു തെളിവ് കൂടിയാവുകയാണ്. പൊതുഭരണ വകുപ്പിൽ AG നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ കണ്ടെത്തലുണ്ടായത്. കേന്ദ്ര സംസ്ഥാന സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് 2024 ജൂൺ വരെയുള്ള ഒരു വർഷം 20 ലക്ഷത്തോളം രൂപ അധികമായി കൈപ്പറ്റിയെന്നാണ് സൂചന. മറ്റ് പല വകുപ്പിലും സമാന സാഹചര്യവുമുണ്ട്. നിലവിൽ പൊതുഭരണ വകുപ്പിൽ മാത്രമായി പരിശോധന ഒതുങ്ങിയതുകൊണ്ട് ഈ ഒരു കേസിൽ മാത്രം AG നിലപാട് എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചീഫ് സെക്രട്ടറിയെ വിരമിച്ചതിനു ശേഷം കേരള പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ VP ജോയ്. ഓൾ ഇന്ത്യ സർവീസിൽ നിന്ന് വിരമിച്ച ഓഫീസർ സംസ്ഥാന സർക്കാരിന് കീഴിൽ പുനർനിയമനം നേടിയാൽ പെൻഷനും പുതിയ ജോലിയിലെ ശമ്പളവും ചേർന്ന തുകയിൽ സർവീസിൽ അവസാന മാസം വാങ്ങിയ ശമ്പളത്തെക്കാൾ കുറവാകണം എന്നതാണ് ചട്ടം. പക്ഷേ IAS-ൽ നിന്നും വിരമിച്ച ചിലർ അതിലേറെ തുക ഇപ്പോൾ വാങ്ങുന്നുണ്ട്. പല മുൻ സെക്രട്ടറിമാരും വാങ്ങുന്ന ലക്ഷങ്ങളുടെ കണക്ക് പൊതുസമൂഹത്തിൽ ചർച്ചയായി വന്നതുമാണ്. വിരമിച്ചവർക്കുള്ള ശമ്പളത്തിന്റെ ചട്ടം അറിഞ്ഞിട്ടും സർക്കാർ ഇവർക്ക് കൂടുതൽ തുക നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് തന്നെയാണ് മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് വിരമിച്ചതിനു ശേഷം വഹിക്കുന്ന പദവിയിൽ അധിക വേതനം കൈപ്പറ്റുന്നുണ്ടെന്ന AGയുടെ കണ്ടെത്തൽ. പുതിയ ജോലിയിൽ അലവൻസുകൾക്ക് പുറമെ 2.25 ലക്ഷം രൂപ അടിസ്ഥാന മാസ ശമ്പളമായിട്ടാണ് ജോയ് കൈപ്പറ്റുന്നത്. കൂടാതെ മാസം 1,12,500 രൂപ പെൻഷനുമുണ്ട്. മാസം തോറും 1,12,500 രൂപ അധികമെന്നാണ് AGയുടെ കണ്ടെത്തൽ. പുനർനിയമനം നേടുന്നവർക്ക് ക്ഷാമാശ്വാസം കൈപ്പറ്റാൻ അർഹതയില്ല. എന്നാൽ പുതിയ ജോലിയിൽ പ്രതിമാസം 51,750 രൂപ വീതം ക്ഷാമാശ്വാസം തുടക്കത്തിലും 56,250 രൂപ വീതം പിന്നീടും ജോയ് കൈപ്പറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പെൻഷനൊപ്പം വാങ്ങുന്ന ക്ഷാമബത്തയ്ക്ക് പുറമെയാണ്. ഇങ്ങനെ 2023 ജൂൺ മുതൽ 2024 ജൂൺ വരെ അനധികൃതമായി 19.37 ലക്ഷം രൂപ ജോയ് അധിക ശമ്പളവും ആനുകൂല്യവുമായി വാങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേപ്പറ്റി വ്യക്തമായ വിശദീകരണം GAD നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. AG റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനും അംഗങ്ങൾക്കുമുള്ള ശമ്പളത്തിന് സർക്കാർ പാസാക്കിയ നിയമം വഴിയുള്ള ശമ്പളം മാത്രമാണ് താൻ കൈപ്പറ്റുന്നതെന്നുമാണ് ജോയ് പ്രതികരിച്ചിരിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി VP ജോയ്ക്ക് പുതിയ പദവിയിൽ ഉയർന്ന ശമ്പളം നൽകാൻ ചട്ടത്തിൽ തന്നെ ഇളവ് വരുത്തിയിരുന്നു എന്നതാണ് വസ്തുത. വിരമിച്ചവർക്ക് നിയമനം നൽകുമ്പോൾ പെൻഷൻ കിഴിച്ചുള്ള തുക ശമ്പളമായി നൽകുന്നതാണ് പതിവ്. കേരള സർവീസ് റൂളിൽ ഇക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ VP ജോയ്ക്ക് ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതാണ് AG ചോദ്യം ചെയ്യുന്നത്. ഇതോടെ ഇങ്ങനെ മന്ത്രിസഭാ യോഗത്തിന്റെ ഇളവോടെ കൂടുതൽ പണം വാങ്ങുന്ന നിരവധി മുൻ IAS-കാർ കുടുക്കിലാകുകയും ചെയ്യും. ഈ വിഷയത്തിൽ AG എടുക്കുന്ന അന്തിമ തീരുമാനമാകും നിർണായകം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലവന്മാരെ തിരഞ്ഞെടുക്കുന്ന റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തലവനായിട്ടുള്ള VP ജോയ് സത്യത്തിൽ ഗവർണറേക്കാൾ കൂടുതൽ ശമ്പളം കൈപ്പറ്റുകയാണ്. ജോയ്ക്ക് പുതിയ പദവിയിൽ ലഭിക്കുന്ന ശമ്പളം വ്യക്തമാക്കാതെ റിക്രൂട്ട്മെന്റ് ബോർഡും സർക്കാരും ഒളിച്ചു കളിക്കുകയും ചെയ്യുന്നു. ശമ്പളം നിയമനം സംബന്ധിച്ച ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിലപാട്. ഈ നിലപാട് ചർച്ചയാവുകയും ചെയ്തു. സമാനമായി സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ഇതര സ്ഥാപനങ്ങളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള IAS IPS ഉദ്യോഗസ്ഥന്മാർക്ക് അവർ കൈപ്പറ്റുന്ന പെൻഷൻ ഒഴിവാക്കിയുള്ള ശമ്പളമാണ് സാധാരണ നൽകാറുള്ളത്. എന്നാൽ ചിലർക്ക് മാത്രം ഒഴിവ് നൽകുകയാണ്. ജോയി ഉൾപ്പെടെ വിരമിച്ച രണ്ട് ചീഫ് സെക്രട്ടറിമാരാണ് ഗവർണറേക്കാൾ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ. KM എബ്രഹാമും VP ജോയിയുമാണ് ആ പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥർ. ഗവർണറുടെ വാർഷിക ശമ്പളം 42 ലക്ഷം രൂപ. ഒരു മാസം 3.50 ലക്ഷം രൂപയാണ് ഗവർണർക്ക് ശമ്പളമായി കിട്ടുക. ചീഫ് സെക്രട്ടറിയെ വിരമിച്ച KM എബ്രഹാം 2018 കിഫ്ബിയുടെ CEO ആവുന്നത്. 2.75 ലക്ഷമായിരുന്നു തുടക്കത്തിലെ ശമ്പളം. പിന്നീട്
2019 ജനുവരിയിൽ 27,500 രൂപയും 2020 27,500 രൂപയും 2022 19,250 രൂപയും 2023 19,250 രൂപയും 2024 ഏപ്രിൽ മാസത്തിൽ 19,250 രൂപയും എബ്രഹാമിന്റെ ശമ്പളത്തിൽ വർദ്ധിപ്പിച്ചു. 5 തവണയാണ് എബ്രഹാമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചത്. നിലവിൽ KM എബ്രഹാമിന്റെ ശമ്പളം 3,87,750 രൂപയാണ്. ഈ വർഷം ഏപ്രിലിൽ എബ്രഹാമിന്റെ ശമ്പളം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഇതോടെ 4 ലക്ഷത്തിന് മീതെ ആകും എബ്രഹാമിന്റെ ശമ്പളം. KM എബ്രഹാമിൻ്റെത് കരാർ നിയമനമാണ്. അതുകൊണ്ട് എബ്രഹാമിന് ചീഫ് സെക്രട്ടറി പെൻഷനും ലഭിക്കും. രണ്ടും കൂടി 6.37 ലക്ഷം എബ്രഹാമിന് പ്രതിമാസം കിട്ടും. AGയുടെ നീക്കത്തിൽ ഈ ശമ്പളങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിക്കുകയില്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഭരിക്കുന്നത് പിണറായി സർക്കാരാണല്ലോ. വേണ്ടപ്പെട്ടവർക്കൊക്കെ വാരിക്കോരി നൽകുക ചെയ്യുന്നത് അവരുടെ പതിവുമാണ്. നന്ദി.